ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. പ്രഭാതഭേരി മാറ്റി വിശദാംശങ്ങൾ ഇന്ന് വെളിപ്പെടുത്തുമെന്ന് തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് പറഞ്ഞു. സംസ്ഥാനത്ത് നെൽനികത്തൽ നിരോധിച്ചുകൊണ്ടുള്ള 15 ലക്ഷത്തിലധികം കോപ്പികളുടെ പൂർണ്ണതയുമായി എന്ത് ചെയ്യാൻ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ലിബർട്ടി വാങ്ങിയാ മതിയെന്ന്. പാരിസൺസിന്റെ ലിബർട്ടി ആട്ട മൈദ സൂചി ഇപ്പോൾ ആകാശവാണി കോഴിക്കോട്. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി. ബ്ലേഡ് മാഫിയയിൽ നിന്ന് പാവപ്പെട്ടവരെ രക്ഷിക്കാൻ ഈ വർഷം 8 ഗ്രാമങ്ങൾ സൗത്ത് മലബാർ ഗ്രാമീണ ബാങ്ക് ദത്തെടുക്കും. പ്രാദേശിക വാർത്തകൾ ഇനി ഇടവേളയ്ക്ക് ശേഷം. वार्ताः श्रूयन्ताम्. प्रवाच बलदेवानन्दसागरः. पञ्जाबराज्ये अद्य पिधानाह्वानमभिलक्ष्य दृढा सुरक्षा. കർണാടക സംഗീതപാഠം. പ്രായോജകർ മണ്ണൂർ ഈസ്റ്റ് ഫോർട്ട് തിരുവനന്തപുരം. പഠിക്കുന്നത് ഇരിങ്ങാലക്കുട കെ വിജയകുമാർ. അരമണിക്കൂർ വീതവും ബൈക്ക് ഓടുന്നതായി റെയിൽവേയുടെ തിരുവനന്തപുരം കൺട്രോൾ വിഭാഗം അറിയിക്കുന്നു. ഡോക്ടർ വാസ്തുവിദ്യ ഗുരുകുലം, ആറന്മുള, പത്തനംതിട്ട എന്ന വിലാസത്തിൽ അയച്ചാൽ അപേക്ഷാ ഫോറം തപാലിൽ ലഭിക്കുന്നതാണ്. പൂരിപ്പിച്ച അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി മോളെ കോളേജിൽ പോണില്ലേ? ആലപ്പുഴ. ഇപ്പോൾ ഭക്തിഗാനങ്ങൾ കേൾക്കാം. ഇളമ്പൽ സെന്റ് തോമസ് മാർത്തോമ ചർച്ച് ഗായക സംഘം അവതരിപ്പിക്കുന്നു. ആനന്ദദായകനേശുനാഥൻ എന്നാരംഭിക്കുന്നു. Planning and schedule. Alternate methods of construction can be examined at the planning stage so that the modes examined can be identified. At the time of starting, each activity is known prior and adequate arrangement. The total time of completion is known with the help of actual progress chart. It is known whether the work is lagging or not. May I come in, sir? Yeah. Please be seated. Thank you, sir. Kirti, right? Kirti Esnath. A civil graduate. No, sir. I'm doing my 3rd sem. So, Kirti, what are your skills? I'll do anything. I like that attitude. Our world is full of opportunities. It's the wish of a person to work it out. You go for the challenges, and it's the attitude towards life that finally matters. So,
Are you willing to take up this? Of course. There's nothing much of it. It's just a walk in the park. Shall I mark it? Sure. വിദ്യാഭ്യാസ ചെലവിനുള്ള പണം കണ്ടെത്തുന്നതിനായി എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി തന്റെ നെറ്റിൽ പരസ്യം പതിച്ചു. ഡോൾഫിൻ എന്ന അമേരിക്കൻ ബിയർ കമ്പനിയുടെ പരസ്യമാണ് പെൺകുട്ടി നെറ്റിൽ പതിച്ചത്. കൊല്ലം കൊട്ടാരക്കര സ്വദേശി കീർത്തി എസ് നാഥ് എന്ന സിവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയാണ് ഈ ഒരു തൊഴിൽ കണ്ടെത്തി സ്വന്തം വിദ്യാഭ്യാസ ചെലവിനുള്ള പണം കണ്ടെത്തിയത്. കുട്ടിയെ ഈ പ്രവൃത്തിയുടെ പേരിൽ മാനേജ്മെന്റ് കോളേജിൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണ്. ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി പ്രതീഷ് ലൈനിലുണ്ട്. ഹലോ പ്രതീഷ്. ഹലോ 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 എന്ത് പ്രത്യേക സാഹചര്യത്തിലാണ് കുട്ടി ഇങ്ങനെ ഒരു തൊഴിൽ നേടേണ്ടി വന്നത്? നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന വിപണനവൽക്കരണത്തിന്റെ മറ്റൊരു മുഖമായി ഇതിനെ കണക്കാക്കാം. ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുവാൻ ഏത് മാർഗം സ്വീകരിക്കും എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ സംഭവം. പാവപ്പെട്ട കുടുംബത്തിലെ അംഗമായ ഈ പെൺകുട്ടിക്ക് കോളേജ് ഫീസ് അടയ്ക്കുന്നതിനുള്ള ഒരു മാർഗം എന്ന നിലയിലാണ് പരസ്യം പതിക്കേണ്ടി വന്നത്. ഇങ്ങനെ നെറ്റിയിൽ പരസ്യമായി സമൂഹത്തിന്റെ തെരുവീതികളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ സമൂഹത്തിന് ഈ കുട്ടിയോടുള്ള പ്രതികരണം എങ്ങനെയാണ്? ഹരി, ജനങ്ങൾ പെൺകുട്ടിയെ അസാധാരണ വസ്തുവായാണ് കണക്കാക്കുന്നത്. ഒരുപക്ഷെ അത് തന്നെയായിരിക്കണം പരസ്യ കമ്പനിയുടെയും ലക്ഷ്യം. പക്ഷേ പെൺകുട്ടിയെ ഇതിന്റെ പേരിൽ കോളേജ് മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. നന്ദി പ്രതീഷ് ഇത്രയും വിവരങ്ങൾ നൽകിയതിന്. നിർധനയായ ഒരു പെൺകുട്ടി പഠന ചെലവ് കണ്ടെത്തുന്നതിനായി സ്വന്തം നെറ്റിൽ പരസ്യം പതിച്ചു. പെൺകുട്ടിയുടെ ഈ പ്രവൃത്തിയുടെ പേരിൽ കോളേജ് മാനേജ്മെന്റ് കുട്ടിയെ കോളേജിൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണ്. മാനേജ്മെന്റിന്റെ ഈ നടപടി ശരിയോ തെറ്റോ? നിങ്ങളുടെ അഭിപ്രായം 7007 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ന്യൂസ് അവർ ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം. എക്സ്ക്യൂസ് മീ, മിസ് കീർത്തി അല്ലേ? അതെ, നിങ്ങൾ? ഞാൻ കൃഷ്ണകുമാർ, ഒരു സോഷ്യൽ വർക്കറാണ്. എനിക്ക് കുട്ടിയോട് അല്പം സംസാരിക്കണം. പരസ്യ കോലമായി ഒരു പെൺകുട്ടി തെരുവിലൂടെ, അത് വേണ്ട. ഒന്നും വേണമെന്ന് വെച്ചിട്ടല്ല സർ. കുട്ടി, നെറ്റിയിൽ സ്ത്രീ സിന്ദൂരം അണിയുന്നത് പാർവതി ദേവിയുടെ പ്രതീകമായാണ്. ആ സംസ്കാരത്തെ പോലും വിറ്റ് കാശാക്കുന്നവർക്ക് നമ്മൾ അടിമപ്പെടാൻ പാടില്ല. വിഷമിക്കേണ്ട കുട്ടി, കോലങ്ങൾ കെട്ടിക്കുന്നവരുടേത് മാത്രമല്ല ഈ ലോകം. നിന്റെ വേദന അറിയുന്നവരും ഇവിടെ ഉണ്ട്. നിനക്ക് പഠിക്കാനുള്ള സഹായം ഞാൻ ചെയ്യാം.